നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PB's പവലിയൻ. അണ്ടർ-19 ODI ഏഷ്യ കപ്പിലെ മറ്റൊരു ICC ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ-19 ഏഷ്യ കപ്പ്. അതിനകത്ത് ഏഷ്യയിലുള്ള പ്രമുഖ ടീമുകൾ ഉണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മലേഷ്യ, നേപ്പാൾ എന്നീ ടീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ അത് തുടങ്ങുന്ന മത്സരത്തിൽ തന്നെ ഇന്ത്യയും UAEയും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. ദുബായിൽ വെച്ച് നടക്കുന്ന ഈ ടൂർണമെൻറ്റിൽ മറ്റൊരു മത്സരവും നടന്നു. അത് പാകിസ്ഥാനും മലേഷ്യയുമാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, മലേഷ്യ, UAE ഈ 4 ടീമുകൾ ഒരു ഗ്രൂപ്പിലാണ്. മറു ഗ്രൂപ്പിൽ വരുന്നത് ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ ആൻഡ് നേപ്പാൾ. യെസ്. സോ ഇന്ത്യൻ പ്രോഡിജി എന്ന് അറിയപ്പെടുന്ന ടീനേജർ 14 years വൈഭവ് സൂര്യവംശി, അദ്ദേഹം സച്ചിൻ ടെണ്ടുൽക്കറേക്കാളും വലിയൊരു അത്ഭുതമായി തുടരുന്ന ഒരു കാലഘട്ടമാണല്ലോ. എവിടെ പോയാലും വെടിക്കെട്ട് സെഞ്ചുറികളുമായിട്ടാണ് അദ്ദേഹം തൻ്റെ പെർഫോമൻസ് കാണിച്ച് കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും ഒരു മാറ്റവുമില്ല. വൈഭവ് സൂര്യവംശി ഇന്നലെ അടിച്ചെടുത്തത് 171 runs, എ ബിഗ് സെഞ്ചുറി ഓഫ് ജസ്റ്റ് mere 95 balls studded with 9 fours and 14 sixers. ഈ ഇളങ്കയ്യൻ കുട്ടി എന്നേ പറയാൻ പറ്റുള്ളൂ. 14 വയസ്സുള്ള 15 വയസ്സുള്ള എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളാണ് നമ്മളൊപ്പം അല്ലേ. അത് സോണി ലൈവിൽ മാത്രമേ ലൈവുള്ളൂ, അതുകൊണ്ട് ലൈവ് കാണാൻ പറ്റില്ല. പിന്നെ യൂട്യൂബിലൊരു ചാനൽ ഇത് വന്നിരുന്നു, അപ്പോഴാണ് ഞാൻ കണ്ടത്. കണ്ടിന്യൂ 6, ചില ഓവറിൽ 2 6, ചില ഓവറിൽ 3 6. ഹി ഹിറ്റ് 6s അറ്റ് വിൽ. യഥേഷ്ടം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ബാറ്റ്സ് ചെയ്ത ആളുകൾ, ക്യാപ്റ്റൻ അദ്ദേഹം പെട്ടെന്ന് ഔട്ടായി. പക്ഷേ 1 down ആയി വന്ന ആരോൺ ജോർജ് എന്ന് പറയുന്നൊരു പ്ലെയർ, നല്ല ടെക്നിക്കുള്ള പ്ലെയർ. എവിടേക്കോ രാഹുൽ ദ്രാവിഡിൻ്റെ ഒരു ഗ്ലിംസസ് കാണാൻ തോന്നി എനിക്ക്. ഇറ്റ്സ് എ വെരി ഗുഡ് ടെക്നിക്കലി സൗണ്ട് ബാറ്റ്സ്മാൻ ആരോൺ ജോർജ്. ഹി മെയ്ഡ് 69 runs, 7 fours, 1 6. പിന്നെ സ്റ്റാർ ബാറ്റ്സ്മാൻ വിഹാൻ മൽഹോത്ര, വണ്ടർഫുൾ ബാറ്റിംഗ്, 69 runs അഗൈൻ. പിന്നെ വേദാന്ത് വന്നിട്ട് ഒരു 38 runs. അഭിഗ്യാൻ കുണ്ടു 32 runs. കനിഷ്ക് ചൗഹാൻ്റെ ബാറ്റിംഗ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. 12 balls കളിച്ചുള്ളൂ, 28 run, 3 6. സോ ഇന്ത്യ അണ്ടർ-19 പ്ലെയേഴ്സ് ഒരു മാമത്ത് ടോട്ടൽ 433, 433 റൺസാണ് അടിച്ചെടുത്തത്. 6 വിക്കറ്റേ പോയുള്ളൂ, 50 ഓവറിൽ. അതൊരു റിക്കാർഡ് ഹയസ്റ്റ് സ്കോറാണ്. UAEയിലുള്ള ഇന്ത്യൻ പ്ലെയേഴ്സുണ്ട്, UAE പ്ലെയേഴ്സുണ്ട്, പാകിസ്ഥാൻ പ്ലെയേഴ്സൊക്കെ കൂടിയ ഒരു ടീമാണ് UAEയുടെ. അവർ ജസ്റ്റ് നന്നായിട്ട് പൊരുതാൻ ശ്രമിച്ചവർ 199 runs എടുത്ത് 7 വിക്കറ്റിൽ ഇത്രയേ എടുക്കാൻ പറ്റുള്ളൂ. അതിലൊരാൾ 2 പേര് അതിനകത്ത് ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഒരു പൃഥ്വി മധു 50 runs, ഉദിഷ് സൂരി എന്ന് പറഞ്ഞൊരാൾ, വേറൊരു കുട്ടി 78 runs. അപ്പോൾ ഒരു ഹൈ ഗ്യാപ്പിൽ കളി ഇന്ത്യ 19 ജയിച്ചിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു കളിയിൽ പാകിസ്ഥാൻ മലേഷ്യ ആയിട്ടുള്ള കളിയിൽ പാകിസ്ഥാൻ ഇത് പറഞ്ഞ പോലെ ഭയങ്കര ബാറ്റിംഗ് ആയിരുന്നു. അവർ 345 runs എടുത്തിട്ടുണ്ട്, 3 വിക്കറ്റ്. ഇപ്പോൾ 2 പേര് ഹൈ സെഞ്ചുറി.
ഹ്യൂജ് സെഞ്ചുറി അടിച്ചു. ഒരു സമീർ മിൻഹാസ് 177 റൺസ്, അഹമ്മദ് ഹുസൈൻ 132 റൺസ്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ മലേഷ്യയുടെ അഗൻസ്റ്റാണ്. മലേഷ്യ ഈസ് പ്യുവർലി മിന്നോസ്. മെയിൻ ടൂർണമെൻറ്റിലൊന്നും പ്രത്യക്ഷപ്പെടാറില്ലാത്ത ഒരു ടീമാണ്. ഓക്കെ, അപ്പോൾ മലേഷ്യ വെറും 48 റൺസ് എടുത്ത് 20ാമത്തെ ഓവറിൽ ഓൾ ഔട്ടായി. അലി രാജ എന്ന് പറഞ്ഞ നല്ലൊരു പ്രോസ്പെക്റ്റുള്ള പാകിസ്ഥാനി ബൗളറാണ്. അദ്ദേഹത്തിനെ പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബൗളറാണ് അലി രാജ. അദ്ദേഹം 3 വിക്കറ്റ് എടുത്തു. പിന്നെ മുഹമ്മദ് സയ്യാം 3 വിക്കറ്റ് എടുത്തു. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇവരുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഒരുപാട് ടാലൻറ്റ് വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ സിസ്റ്റം ശരിയല്ലാത്തത് കാരണം ഈ വണ്ടർ ബോയ്സ് എല്ലാം ദേ എൻഡഡ് അപ്പ് ഇൻ എവിടെയോ അന്ധകാരത്തിൽ മുങ്ങി മരിക്കുകയാണ് അവർക്ക് വേണ്ട പ്രൊഫഷണൽ കോച്ചിങ്ങും കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. വേറാസ് രാഹുൽ ദ്രവിഡൊക്കെ പണ്ട് അണ്ടർ-19 ലോകകപ്പ് ജയിച്ച പ്ലെയറാണ്. പക്ഷെ അദ്ദേഹം അവിടുന്ന് എവിടെ വരെ എത്തി? യുവരാജ് സിംഗ്, വിരാട് കോഹ്ലി ഫോർ ദാറ്റ് മാറ്റർ, ഇവരൊക്കെ അണ്ടർ-19 വന്നു കഴിഞ്ഞ സൂപ്പർ സ്റ്റാർസായിട്ട് ലോകം കണ്ട ഏറ്റവും നല്ല ക്രിക്കറ്റേഴ്സിൽ അവരുടെ പേര് ഉണ്ട്. അപ്പോൾ അതാണ് ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ ബാക്കപ്പ് സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയിൽ വിവിധ മേഖലകളിലായിട്ട് സ്റ്റേറ്റിൻ്റെ ടീം, റീജിയണൽ ടീംസ്, വേരിയസ് ടൈപ്സ് ഓഫ് ടൂർണമെൻറ്റ്സ്. ഇപ്പോൾ സയ്യദ് മുസ്താഖ് അലി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സൂപ്പർ ടൂർണമെൻറ്റാണത്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇന്ത്യ എ, ഇന്ത്യ ബി, ഇന്ത്യ സി, ഇന്ത്യ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് ടൂർണമെൻ്റ് ഉണ്ടാക്കും. ദർ ഈസ് ഓൾവേസ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലൻഡിൻ്റെ 2ാം ടെസ്റ്റ് മാച്ച് വളരെ കൺവിൻസിംഗ് ആയിട്ട് ന്യൂസിലൻഡ് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ഡ്രോ ആയിരുന്നു, 2ാമത്തെ ടെസ്റ്റ് ന്യൂസിലൻഡ് ജയിച്ചിരിക്കുകയാണ്. മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഇനി അടുത്ത T20 മാച്ച്, അടുത്ത ടൂർണമെൻറ്റിലുള്ള മാച്ചുകൾ, ക്രിക്കറ്റ് ന്യൂസസ് സമയാസമയത്ത് എത്തിക്കുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് if you want to share it. Okay, bye bye.